എല്ലാവർക്കും തിമ്പുത്കുവിലേക്ക് സ്വാഗതം. ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് 2024 മൊത്തത്തിലുള്ള ഫലങ്ങൾ പ്രകാരം തീവ്രവാദത്തിന്റെ ആഘാതത്തിൽ മാലിയുടെ സ്ഥാനം 3. 2024 പ്രകാരം 253 അക്രമങ്ങൾ, 753 തീവ്രവാദ മരണങ്ങൾ, 391 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു. തിംബുക്തു, ഗാവോ എന്നീ പ്രധാനങ്ങൾ മാലിയുടെ ഏറ്റവും അപകടകരമായിട്ടുള്ള പ്രദേശങ്ങൾ ആയി മാറിയിരിക്കുകയാണ്. സെപ്റ്റംബർ 7 രാവിലെ ജമാഅത്ത് നുസ്രത്ത് അൽ ഇസ്ലാം വൽ മുസ്ലിമീൻ തിംബുക്തു മേഖലയിലെ അബോറയ്ക്ക് സമീപം ഒരു നദീതീരത്ത് റോക്കറ്റുകൾ ഉപയോഗിച്ച് കുറഞ്ഞത് 49 സാധാരണക്കാരെ കൊന്നൊടുക്കി. എന്നാൽ തിംബുക്തു ആക്രമണങ്ങൾ വെറും മതത്തിന്റെ പേരിലുള്ളതല്ല. സ്വന്തം വംശജരുടെ പേരിലുള്ള നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തൂരായ് കൂട്ടായ്മ ഒരു ഭാഗത്ത് യുദ്ധം ചെയ്യുന്നു. അറബ് കൂട്ടായ്മയും തുവരാഗ് കൂട്ടായ്മയും കറുത്ത വർഗ ആളുകളുമായിട്ടുള്ള മറ്റൊരു യുദ്ധം. ഇസ്ലാം മത പരിവർത്തനത്തിന്റെയും വിദേശ ശക്തികളെ പുറത്താക്കാനും വേണ്ടി മറ്റൊരു കൂട്ടായ്മ ആക്രമണങ്ങൾ നടത്തുന്നു. ഇതെല്ലാം കൂടാതെ ഇസ്ലാം മതത്തിന്റെ പേരിൽ ലോകപ്രസിദ്ധി നേടിയ JNIM തീവ്രവാദ സംഘടനയും ഇസ്ലാമിക് സ്റ്റേറ്റും തമ്മിൽ മറ്റൊരു യുദ്ധം നടത്തുന്നു. അതിന്റെ വലിയൊരു ഉദാഹരണമാണ് ഇസ്ലാമിക് സ്റ്റേറ്റും JNIM തമ്മിൽ മാർച്ച് 1 രാത്രി ഗവോയിൽ നടന്ന ഏറ്റുമുട്ടൽ. കുറഞ്ഞത് 60 IS പോരാളികളെ കൊന്നതായി JNIM അന്ന് അവകാശപ്പെടുകയും ചെയ്തിരുന്നു. ഇസ്ലാം മതത്തിന്റെ പേരിൽ മുളമുട്ടിയ ഈ രണ്ട് കൂട്ടായ്മ എന്തിനു പോരാടണം എന്ന ചോദ്യമായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുക. സ്വർണങ്ങളുടെ നാട്, അടിമകളുടെ നാട്, ഉപ്പ് കച്ചവടത്തിന്റെ നാട്, ട്രാൻസ് സഹാറൻ വ്യാപാരം, എന്നിങ്ങനെ പല വിശേഷങ്ങൾ ഈ നാടിനുണ്ട്. ഇന്ന് എൻ്റെ യാത്ര മറ്റൊരിടത്തേക്കുമല്ല, മറിച്ച് ലോകമാധ്യമങ്ങൾ തന്നെ പോകാൻ പേടിച്ചു വിറയ്ക്കുന്ന തിംബുക്തുവിലേക്കാണ്. 2024 കണക്ക് പ്രകാരം തിംബുക്തുവിലേക്ക് പോയ സഞ്ചാരികളുടെ എണ്ണം 100-ൽ താഴെ മാത്രം. അതിൽ ഒറ്റയ്ക്ക് ഗൈഡില്ലാതെ വിമാനമാർഗം ഒന്നുമില്ലാതെ പോയവർ ആരും തന്നെയില്ല. എന്നിരുന്നാലും മൊറോക്കോ മുതൽ തുടങ്ങി നൈജീരിയ വരെ എത്തി അവസാനിപ്പിക്കാനിരിക്കുന്ന ഈ യാത്രയിൽ തിംബുക്തു പോകാൻ ഞാൻ തീരുമാനിച്ചു. 3 ദിവസം നീളുന്ന നൈജർ നദിയിലൂടെയുള്ള ബോട്ട് യാത്ര, മൊത്തി മുതൽ തിംബുക്തു വരെ. സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ല, കൂട്ടിനാരും തന്നെയില്ല. നദിയിൽ എപ്പോൾ വേണമെങ്കിലും ആക്രമണം ഉണ്ടായേക്കാം. മോഷണത്തിനായി ബന്ദിത് വന്നേക്കാം. കിഡ്നാപ്പിംഗ് ചെയ്യാൻ സായുധ സേനകളോ ഇനി കൊന്നുകളയാൻ തീവ്രവാദ സംഘടനകൾ തന്നെ വന്നേക്കാം. എന്നിരുന്നാലും ഞാൻ എൻ്റെ യാത്ര മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു. ബമാക്കോയിൽ നിന്ന് കയറിയ എൻ്റെ ബസ് യാത്ര എന്നെ കൊണ്ടെത്തിച്ചത് മൊപ്തിയിലേക്കാണ്. വഴിയിലെ പട്ടാള ചെക്ക് പോയിന്റുകളും കാശിനു വേണ്ടി നെറുകേട് കാണിക്കുന്ന ആർമിക്കാരെ ഒരുവിധം കടന്ന് ഞാൻ രാത്രി ആയപ്പോഴേക്കും മൊപ്തി എത്തി. അന്ന് രാത്രി തൽക്കാലം ബസ്സിൽ തന്നെ കിടന്നുറങ്ങി. എല്ലാവർക്കും ഹിച്ചക്കിംഗ് നൊമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം ഈ കാണുന്ന ബസ്സിലാണ് കേട്ടോ കിടന്നുറങ്ങിയത്. ഇതിൻ്റെ ഉള്ളിൽ ഞാനങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുവാണ്. ഞാൻ രാവിലെ എണീറ്റ് നമ്മുടെ മാർക്കറ്റിൽ കൂടെ നടക്കുവാണ്. നമ്മുടെ ഇവരുടെ കപ്പ് ചികിത്സ ഉണ്ടല്ലോ, അതിൻ്റെ കുറേ ആളുകളാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. അസ്സലാമു അലൈക്കും. അവരുടെ ആളുകളാണ് ഇതാണ് ഇവിടെ കപ്പ് ചികിത്സയ്ക്ക് വേണ്ടി വഴിയരികിൽ ഇരിക്കുന്ന കാഴ്ചയാണ്. ഞാൻ തളർന്ന് ഇന്നലെ രാത്രി നല്ലതുപോലെ ഉറങ്ങാനും പറ്റിയില്ല. ഞാൻ ബോട്ടിൽ തിംബുക്തു പോകാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ എന്നെ ഒരാളിങ്ങനെ വിളിച്ചുകൊണ്ട് പോവാണ്. എനിക്കൊന്നും അറിയില്ല. ഇവിടെ ആക്ച്വലി ഈ ബോട്ടിലൊക്കെ പോകുമ്പോൾ കള്ളന്മാരുണ്ട്, പിന്നെ ഈ തീവ്രവാദികളൊക്കെ ബോട്ട് അറ്റാക്ക് ചെയ്യാനൊക്കെ വരും. അങ്ങനത്തെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ട്. അറിയില്ല, ഞാൻ ആദ്യം അവിടെ പോയിട്ട് എന്താണെന്ന് നോക്കട്ടെ. ആഹാ, നമ്മുടെ ബോട്ടിൻ്റെ സ്ഥലമെത്തിയല്ലോ. ഇതാണ് കേട്ടോ നമ്മുടെ നൈജർ നദിയും ബോട്ടും. അവിടെ പല സ്ഥലത്തോട്ട് പോകാനുള്ള ബോട്ടൊക്കെയാണ്. നമ്മുടെ നൈജർ നദി കൂടെ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ മാലിയിലെ നോർത്തേൺ ഭാഗത്തൊക്കെ പല സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുന്നത്. അടിപൊളിയാ കേട്ടോ ഈ ബോട്ടും സംഭവങ്ങളൊക്കെ. അപ്പോൾ ഞാനിനി മുന്നോട്ട് കയറുവാണ്. ഇവിടെ മീൻ ചന്തയോ എന്തൊക്കെയാണ്, ഫുള്ള് നാറ്റവും. എൻ്റെ അമ്മ, ആ ബോട്ടെന്ന് പറയുമ്പോൾ ഇപ്പം മുങ്ങൂല എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ബോട്ടുകളാണ് കേട്ടോ. അതിലാണ് ആളുകൾ പോകുന്നത്. പക്ഷെ തിംബുക്തു ബോട്ട് ഇല്ലയെന്ന് തോന്നുന്നു കേട്ടോ. കാരണം അത് ഭയങ്കര ദൂരമാണ്, ഭയങ്കര ഡേഞ്ചറസ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അറിയില്ല, അള്ളാഹ്ക്കറിയാം.
അവിടെ പോയിട്ട് അവിടെ ബോട്ടൊന്നും കിട്ടിയില്ല. ഞാൻ ലാസ്റ്റ് താണ്ട് ഇവിടെ വന്നിരിക്കുകയാണ്. പുള്ളിക്കാരൻ എന്നെ ഇവിടെ വന്ന് ഇരുത്തി. പുള്ളിക്കാരൻ ബൈക്ക് എടുത്ത് വേറെ ഏതോ ബോട്ടിൻ്റെ ഭാഗത്ത് പോയിട്ട് നോക്കാമെന്ന് പറഞ്ഞു. എന്നെ കൊണ്ടുപോകാൻ പറ്റൂല, എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്നൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞു. അതാണ് വേറെ അവരും ലോക്കൽ ഭാഷയിൽ പറയുന്നത് എനിക്ക് മനസ്സിലായി. എന്നെ അവിടെ കൊണ്ടുപോയ പ്രശ്നമാണ്. ഇപ്പോൾ പോയ സ്ഥലത്ത് വലിയ പ്രശ്നമില്ല, എന്തൊക്കെ പ്രശ്നമുണ്ട് കേട്ടോ. ഈ ഇന്നലെ തൊട്ട് ആക്ച്വലി കുറച്ച് ഭയങ്കര ഒരു നെഗറ്റീവ് ഫീൽ കേട്ടോ. അതായത് ഇന്നലെ മുതൽ ഞാൻ ഈ സെറലിയോണിൽ നിന്ന് ഇങ്ങനെ പല രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ ഈ മാലി ഇങ്ങനെയുള്ള രാജ്യങ്ങൾ, നോർത്ത് ആഫ്രിക്കയൊക്കെ പോയി യൂറോപ്പിലോട്ടൊക്കെ ചാടുന്ന പല ആളുകളെ ഞാൻ ഈ ബസ്സിൽ വെച്ച് കണ്ടു. പെൺകുട്ടികൾ, ഇവർക്കൊന്നും ഒരു വിവരവും ഇല്ല, ഒന്നും അറിയില്ല. ഇവരിങ്ങനെ ഇല്ലീഗലായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ചെക്ക് പോയിന്റ് വരുമ്പോൾ എന്താ പറയുക, ഒളിച്ച് അപ്പുറത്തൂടെയൊക്കെ ഓടി ചെക്ക് പോയിന്റ് കിടക്കും, അല്ലെങ്കിൽ ചിലയിടത്ത് പൈസ കൊടുക്കും. അപ്പം ഞാൻ ആലോചിച്ചത്, ഇവർ പലയിടത്ത് പോകുമ്പോൾ എന്താ പറയുക, സെക്ഷലി ഹറാസ്മെൻറ്റ് നേരിടേണ്ടി വരും, ചിലപ്പോൾ ഇവർക്ക് റേപ്പ് കിട്ടേണ്ടി വരും, ചിലപ്പോൾ ഇവർക്ക് പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. എന്നിരുന്നാലും അവർ ആ റിസ്ക് എടുത്ത് ജേണിക്ക് പോകണം. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഇവർ ആക്ച്വലി പോകുന്ന ഒരു ഹോപ്പ്ലെസ് ജേണിയാണ്. ഇവർക്ക് തന്നെ അറിയില്ല ഇവരെത്തുമെന്ന്. ഇവർ വിചാരിക്കുന്നത് എത്തുമെന്ന്, പക്ഷേ ഇവർക്ക് ഇതിൻ്റെ യഥാർത്ഥ റിസ്ക് അറിയുന്നോടാത്തതുകൊണ്ടാണ് ഇവർ ലിബിയയിലൊക്കെ എത്തിയിട്ട് അവിടെ നിന്നൊക്കെ ഒരു ബോട്ട് എടുത്ത് വെസലിൽ യൂറോപ്പിലോട്ടൊക്കെ പോകുന്ന നിരവധി ആളുകളാണ് ആ ഒരു റൂട്ടിൽ ഡെയിലി മരിച്ചു വീഴുന്നത്. 1000-ലധികം ആളുകളാണ്. അപ്പോൾ എന്തോ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഇന്നലെ വിഷമായി. അപ്പോൾ എൻ്റെ ജേണിയും ഒരു ഹോപ്പ്ലെസ് ജേണി പോലെയാണോ? പക്ഷേ എന്നിരുന്നാലും എനിക്ക് എൻ്റെ റിസ്ക് കാര്യങ്ങൾ അറിയാം. അപ്പോൾ എന്തോ ഒരു ഭയങ്കര മരണമൊക്കെ മുന്നിൽ കാണുന്ന ഒരു നിമിഷങ്ങളായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി മുഴുവൻ എനിക്ക്. ഫ്രാൻസി എംബെനോ, അറബി എംബെ, ഫ്രാൻസി ബംബാരാനോ, ഫ്രാൻസി ബോൺജോർ മേഴ്സി ഫിനിഷ് എല്ലാം. ഇവിടെ കുറെ പേര് ഫ്രാൻസ് സംസാരിക്കും, പിന്നെ കുറച്ച് പേര് ഫ്രഞ്ച് സംസാരിക്കും, കുറച്ച് പേര് ഫ്രഞ്ച് സംസാരിക്കില്ല, ബംബാര മാത്രമാണ് സംസാരിക്കുന്നത്. എൻ്റെ ദേഹം മുഴുവൻ ഈച്ച ഇട്ടിട്ട് മുറ്റുമാണ് കേട്ടോ. ഇവിടെ ഫുൾ ഈച്ചയാ. എല്ലാരും ഭയങ്കര എന്തോ വലിയൊരു യാത്രയ്ക്ക് അയക്കുന്ന പോലെയാണ് എല്ലാരും സലാമൊക്കെ കാരണം അയക്കുന്നത്. എൻ്റെ കൂടെ ഇന്നലെ ബസ്സിൽ വന്ന പുള്ളി എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. പുള്ളിയും ഞാനുമായിട്ടാണ് പോകുന്നത്. പക്ഷെ പുള്ളി പകുതിയിൽ ഇറങ്ങും. കാണുന്നതാണ് നമ്മൾ നേരത്തെ കണ്ട ബോട്ടിൻ്റെ സങ്കേതമൊക്കെ. ഇതൊക്കെയാണ് കേട്ടോ ഓരോ ബോട്ടുകൾ. നമ്മളിനി മാർക്കറ്റിലൂടെ നടക്കുക. ഇവിടെ ഒരു ക്രിസ്ത്യൻ പള്ളിയൊക്കെ ഉണ്ട്. എനിക്കൊന്ന് ഫ്രഞ്ച് കോളനൈസേഷൻ്റെ സമയത്തുള്ള ക്രിസ്ത്യൻ പള്ളിയാണ്. കുറേ വെടി കൊണ്ട പാടൊക്കെ ഇതിൻ്റെ പുറകു ഭാഗത്ത് ഞാൻ കണ്ടിരുന്നു. ഇങ്ങനത്തെ ലോഡെല്ലാം ഈ ബോട്ടുകളിലാണ് കൊണ്ടുപോകുന്നത്. ഇതിൽ ഫ്രാൻസിൻ്റെ കൊടി, റഷ്യയുടെ കൊടി, മാലിയുടെ കൊടി, പല കൊടികൾ അവർ ഓരോ ബോട്ടിലായിട്ട് കെട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെ ഒന്നും ഒരു വൃത്തിയില്ല. ഇതൊക്കെ ബോട്ടിൽ കയറാൻ വേണ്ടിയുള്ള ആളുകളാണെന്ന് തോന്നുന്നു. ബോട്ടിന് പോകാനുള്ള ടിക്കറ്റ് എടുക്കുവാണ്. ഞാൻ എൻ്റെ പേര് പുള്ളിക്കാരൻ എഴുതി കൊടുത്തു. 15,000 ലോക്കൽ മണിയാണ്. നല്ല എക്സ്പെൻസീവ് ആണ്. എസ്പാനോളോ മൈ ലാംഗ്വേജ് റീജിയണൽ. മൊത്തി ടു അവിടെ എഴുതുവാണ്. മൊത്തിയിൽ നിന്ന് തിമ്പത്തു. നല്ല വിലയാണ്. അങ്ങനെ 15,000 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു 2,000 രൂപയൊക്കെ വരുമെന്ന് തോന്നുന്നു. 6, 12, 8, 2,000 രൂപയൊക്കെ വരും. ഞാൻ ടിക്കറ്റ് എടുത്തു. സത്യം പറയാലോ ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ജേണിയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എൻ്റെ ജീവിതാഭിലാഷം എൻ്റെ വെസ്റ്റ് ആഫ്രിക്കയിലെ ഇത് ചെയ്താൽ എൻ്റെ ജീവിതത്തിൽ അഭിലാഷം ഞാൻ സാധ്യമാകും. മനസ്സിലായില്ലേ? പക്ഷേ ജീവനോടെ തിരിച്ചു വരുമെന്ന് നോക്കാം. ഞാൻ തീർച്ചയായും തിരിച്ചു വരും. എന്നിട്ട് ഈ വീഡിയോ ഇടും. എന്നിട്ട് ഈ ക്ലിപ്പ് നിങ്ങൾ കാണും. എന്നാ ഭയങ്കര ഹാപ്പി കേട്ടോ. ഈ കാണുന്ന ബോട്ടിലാണ് ഞാൻ പോകുന്നത്. അതിൽ നമ്മുടെ ജപ്പാന്റെ ഫ്ലാഗ് ഒക്കെ ആണല്ലോ.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ ഷൂസൊക്കെ അഴിച്ചു വെള്ളത്തിലോട്ട് നടന്ന് ബോട്ടിൽ കയറുവാണ്. പുള്ളിക്ക് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഇത്രയും വെയിറ്റും കൊണ്ട്. അള്ളാ പടച്ചവനെ, അവിടെ കടലിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണ് അവർ അരിക്കുവാണ് കേട്ടോ. കടലിൽ നിന്ന് തന്നെ അരിച്ചു പോരുവാണ്. മണൽ വാരി അതിൽ നിന്ന് കയറ്റിയിട്ട് അവർ താണ്ടേ അതുപോലെ പൊക്കിക്കൊണ്ട് കരയിലോട്ട് പോകും. അല്ലേ? സലാമലൈക്കും. സവാബിയ ഈ കാണുന്നതാണ് നമ്മുടെ ബോട്ടിൻ്റെ ഉള്ളിൽ. ഇതാ ഇവിടെ ആൾക്കാരെല്ലാം കയറുവാണ്. സലാം. ഇവിടെ ഓരോ ആൾക്കാരൊക്കെ കയറിയതാ. അവിടെയൊക്കെ കുറേ പേര് ഇരിക്കുവാണ്. 2 ബോട്ട് അവർ ഒരുമിച്ചിട്ടു കേട്ടോ. ഇത് വലിയ ബോട്ട്, മറ്റേ ചെറുത്. ഇത് അവിടെയും കുറേ പേര് അവിടെയൊക്കെ കയറിയിരിക്കുവാണ്. നമ്മുടെ വണ്ടിയിൽ ഇവിടെ കയറൊക്കെ കെട്ടി അവർ കെട്ടിയിട്ടിട്ടുണ്ട്. ഈ കാണുന്ന 2 ബോട്ടാണ്. നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത്. ഈ ചെറിയ ബോട്ട് ഇതിൽ ഫുള്ള് സാധനങ്ങളാണ്. ഓരോ സ്ഥലത്തോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള സാധനങ്ങൾ. എനിക്ക് തോന്നുന്നു മോട്ടറിൽ നിന്ന് വെള്ളം അടിച്ചു കളയുകയാണിതോ. അവിടെ വെള്ളം അടിച്ചു കളയുന്ന കാഴ്ചയാണ്. ഇവിടെ മോട്ടർ എന്തോ അവർ ഇട്ടിട്ടുണ്ട്. എനിക്കറിയില്ല ഇതെങ്ങനെ എത്തുമെന്ന്. ഇവരെന്തൊക്കെയാണ് ചെയ്തതാണ്ട് ബോട്ട് വളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പയ്യന്മാർ ചേട്ടന്മാരൊക്കെ ഇവരൊക്കെയാണ് കേട്ടോ. ഇവരൊക്കെയാണ് നമ്മുടെ ടോങ്ക എന്ന് പറയുന്ന സ്ഥലത്ത് പോകുന്നത്. പിന്നെ താണ്ട് നമ്മുടെ അപ്പുറത്തെ ചേച്ചിമാർ അവിടെ കിടന്ന് ഉറങ്ങുവാണ്. ചേച്ചിമാർ ഫുള്ള് മുഖത്തും ഇതൊക്കെ അവർക്ക് എന്താ ഇങ്ങനത്തെ പാടും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വളരെ സൂപ്പറായിട്ട് എക്സൈറ്റഡ് ആണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. വെസ്റ്റ് ആഫ്രിക്കയിൽ ഞാൻ ഏതൊരു രാജ്യത്തും പോയതിനെയും കാട്ടി ഏറ്റവും ബെസ്റ്റ് ഹാപ്പിയാണ്. ഇത്രയും രാജ്യത്ത് വന്നിട്ട് ഞാൻ ഒരു സ്ഥലത്ത് പോയില്ലെങ്കിൽ കുഴപ്പമില്ല, ഈ ഒറ്റ സ്ഥലത്ത് വന്നാൽ. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഈ എപ്പിസോഡൊക്കെ നിങ്ങൾ കാണുന്നത് വിചാരിക്കാം. കാരണം ഇവിടുത്തെ പ്രധാന പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ, ഒന്ന്, ഇവർ ഈ വിദേശികളെ കാണുമ്പോൾ ആരെങ്കിലും പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഇവർ ബോട്ടിൽ ആക്രമിക്കാനായിട്ട് വരും. എന്നിട്ട് ഒന്നാമത് ഈ പൈററ്റ്സ് പോലെ, അതായത് പൈസ ഇതൊക്കെ തട്ടാനായിട്ട് വരും. പിന്നെ രണ്ടാമത് കുറേ ഈ ഗ്രൂപ്പുകളുണ്ട്, തീവ്രവാദ സംഘടനകൾ. അവരൊക്കെ എന്ന് പറയുമ്പോൾ ആരെങ്കിലും കിട്ടിയാൽ കിഡ്നാപ്പ് ചെയ്ത് ഗവൺമെൻറ്റുമായിട്ട് വല്ല നെഗോഷിയേഷൻ നടത്താനോ എന്തിനെങ്കിലുമൊക്കെ അവർ എന്തിനൊക്കെ വരും. അപ്പോൾ തൽക്കാലം ഞാൻ ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്താണ് വന്നത്. അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ സംഭവിച്ചാലും ഞാൻ രക്ഷപ്പെടും, അത് വേറെ കാര്യം, എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ അതിൻ്റെ വണ്ടിയുടെ മുകളിൽ, നമ്മുടെ ബോട്ടിൻ്റെ മുകളിൽ 2 ബൈക്കുകൾ, കുറേ സാധനങ്ങളുണ്ട്. കുറേ സാധനങ്ങൾ അവർ കയറ്റിയിട്ടുണ്ട്. തൽക്കാലം ഇതൊക്കെ ഇട്ടു. അപ്പോൾ ആർക്കും എന്നെ തിരിച്ചറിയില്ല ഞാൻ വിദേശിയാണെന്ന്. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഞാൻ ഇതൊക്കെ ആക്കി. നമ്മുടെ ബോട്ട് വന്ന് വേറൊരു കരയിലോട്ട് നിർത്തിയിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല. ഇവിടെ കുറേ കുട്ടികൾ നമ്മുടെ ബോട്ടിൻ്റെ അടുത്ത് വന്ന് അവർ നിർത്തിയിട്ടൊക്കെയാണ്. നമ്മുടെ ബോട്ടിലോട്ട് കയറാനോ അവർ വിൽക്കുന്നതാണ് കേട്ടോ. ബോട്ടിൽ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി നടക്കുവാണ്. ഉണ്ണിയപ്പം എന്തോ വിൽക്കുന്ന കാഴ്ചയാണ്, ഉണ്ണിയപ്പം പോലത്തെ സംഭവം. ആള് തോക്കും കൊണ്ട് വന്ന് പൈസ വാങ്ങുന്നതാണ്. പാസ്പോർട്ടൊക്കെ ചോദിച്ചു. പാസ്പോർട്ട് ഡോക്യുമെൻ്റ് ഇല്ലാത്ത ആൾക്കാരെല്ലാം പൈസ കൊടുത്തു. എൻ്റെ പാസ്പോർട്ട് കുറച്ച് നേരം നോക്കി, എന്നിട്ട് തിരിച്ചു വന്നു. ഭാഗ്യം പൈസയും കൊടുക്കേണ്ടി വന്നില്ല. ഞാൻ വിചാരിച്ചു പൈസ കൊടുക്കാൻ
ചോദിച്ചാൽ ഞാൻ കൊടുക്കും. എനിക്ക് ഇനി വേറെ 5000 പോയാലും 10000 പോയാലും എനിക്കിനി ഇത് ചെയ്യണം കേട്ടോ. അതുകൊണ്ട് ഞാൻ 1 രൂപ അങ്ങനെ കൊടുക്കൂല ബ്രൈബായിട്ട്. പക്ഷെ ഞാൻ ഇപ്പം വിചാരിച്ചതാണ്. പിന്നെ പാസ്പോർട്ട് തിരിച്ചു തന്നു, രക്ഷപ്പെട്ടു. ഇതുപോലെ ഇനിയും ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായേക്കാം. എങ്ങനെയെങ്കിലും ബോട്ട് എടുത്ത് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ എൻ്റെ സന്തോഷമാവും. പല ഇടങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് വരുന്ന ബോട്ടാണ് ആ കാണുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നതാണ്. കുറേ നേരമായി നമ്മുടെ ബോട്ട് ഇവിടെ നിർത്തിയിട്ടേക്കാണ്. കുറേ ആൾക്കാരൊക്കെ ഓൾറെഡി ഉറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ ബോട്ട് എന്താണെന്ന് കേട്ടോ, അവർ സാധനം അങ്ങോട്ട് മാറ്റുന്നു, കയറ്റുന്നു. അവിടെ പല ആളുകളും എന്താ ഈ ബോട്ടിൻ്റെ കരയിലിരുന്നിട്ട് അവർ തുണി കഴുകുന്നു, കുളിക്കുന്നു. അതൊക്കെയാണ് കേട്ടോ. അങ്ങനത്തെ കാഴ്ചകളാണ് നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. നദിക്കരയിൽ ആക്ച്വലി വെള്ളമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഡ്രൈ സീസണാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും മണ്ണിൻ്റെ അടിയിൽ സ്റ്റക്കായെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ താണ്ട് വണ്ടി ഇവിടെ നിർത്തിയിട്ടൊക്കെയാണ്. അവർ പോയി ഇറങ്ങി എന്തൊക്കെ നോക്കുവാണ്. എനിക്ക് തോന്നുന്നു വണ്ടി ഇവിടെ സ്റ്റക്കായിട്ടുണ്ട്. ഇനി മണൽ ഫുള്ള് കുഴിച്ച് മാറ്റേണ്ടി വരുമോ? അവർ സംഭവം അവിടെ കമ്പ് കൊടുത്തിട്ട് അടിയിൽ നിന്ന് മണ്ണിനെ ഇങ്ങനെ നീക്കി നീക്കി ബോട്ടിനെ കറക്കുവാണ്. ആ പരിപാടിയാണ് അവിടെ ചെയ്യുന്നത്. ഉള്ള ബോട്ടിനെ കറക്കി പോവാം.
ഡേറ്റ്സ് ഒക്കെ തന്നു നോമ്പ് കുറിക്കാനായിട്ട്. എനിക്ക് നോമ്പുമില്ല. നമ്മുടെ രാത്രി ഭക്ഷണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ രാത്രിയുള്ള ഭക്ഷണം. ഇവിടെ ഇരുട്ടായി ഫുള്ള്. ഇവിടെ പാതിരാത്രി 2 മണിക്ക് ആളുകൾ മീനൊക്കെ കൊണ്ടുവന്ന് വിൽക്കുവാണ് കേട്ടോ. നമ്മുടെ ബോട്ട് ഇവിടെ നിർത്തിയിട്ടില്ല. ബോട്ട് വഴിയരികിൽ നിർത്തിയിട്ടൊക്കെയാണ്. ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ അവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുവാണ്. നമ്മുടെ ബോട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന കാഴ്ചയാണ് കേട്ടോ. ഹലോ നമ്മുടെ ബോട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നു പാതിരാത്രി. ഇന്നലെ രാത്രി ഇവരുണ്ടാക്കിയ ഭക്ഷണമാണ് കേട്ടോ. ഇവർക്ക് പൈസ എടുത്തിട്ടാണ് കഴിച്ചത്. ഇവിടെയാണ് നമ്മുടെ ബോട്ട്. ഗുഡ് മോർണിംഗ്. രാവിലെ ആയി കേട്ടോ സമയം. ഞാൻ എണീറ്റു. നല്ല ഉറക്കമായിരുന്നു. ഇതിൻ്റെ ഇടയിൽ രാത്രി 2 മണിക്ക് 3 മണിക്ക് പല സമയങ്ങളിലായിട്ട് എണീറ്റു. സ്ലീപ്പിംഗ് ബാഗ്, ഞാൻ എൻ്റെ മാട്രസ് ബാഗ് ഇവിടെ വെച്ചു. ഇവിടെയാണ് കേട്ടോ ഇങ്ങനെ കിടന്നത്. ഇവിടെ ചേട്ടന്മാരൊക്കെ ഹലോ മോർണിംഗ് ചേട്ടാ. ഇവിടെയൊക്കെയാണ് ഇവർ കിടന്നത്. അയ്യോ, നമ്മുടെ ബോട്ടിലുള്ള ആളുകളെല്ലാം എണീറ്റിരിക്കുകയാണ്. നമ്മൾ ഏതോ ഒരു വീട്ടിൻ്റെ അടുത്തൊക്കെ കൊണ്ടുവന്ന് നിർത്തിയിട്ടൊക്കെയാണ് ഇന്നലെ രാത്രി എത്രയോ മണിക്ക്. ഇതാണ് കേട്ടോ നമ്മുടെ കടലിൻ്റെ നമ്മുടെ ബോട്ടിൻ്റെ അവിടെ കെട്ടിയിട്ട ചെറിയ ബോട്ടാണ്. അവിടെ വീടുകളൊക്കെയാണ്. ഇവിടെ രാവിലെ തന്നെ ഓരോ ആൾക്കാരും വള്ളങ്ങളൊക്കെ എടുത്ത് മീൻ പിടിക്കാനും ഓരോ ആവശ്യത്തിനൊക്കെ പോകുന്ന കാഴ്ചയാണ്. കന്നുകാലികൾ ഇവിടെ ധാരാളമുണ്ട്. 2 ദിവസമായിട്ട് ഞാൻ പുഴവെള്ളമാണ് കേട്ടോ കുടിക്കുന്നത്. ഈ പുഴവെള്ളമാണ് ഞാൻ കുടിക്കുന്നത്. വേറെ വെള്ളമൊന്നുമില്ല. ലാസ്റ്റ് ഒരു പയ്യന്മാരെ വിളിച്ചിട്ടുണ്ട്. വെള്ളം വാങ്ങിച്ചോണ്ട് വരാൻ പറ്റുമോ എന്ന് നോക്കിയാൽ. വെള്ളം ഉണ്ടോയെന്ന് അറിയില്ല. വെള്ളം പറയുന്നു. ഞാൻ വെള്ളം വാങ്ങാൻ വേണ്ടി ഞാൻ ബോട്ട് പിടിച്ചു. ബോട്ടിന് 200 വേറെ പൈസ കൊടുക്കണം. പയ്യന്മാരെ വിളിച്ചിട്ട് കരയിൽ പോകാൻ വേണ്ടി, വെള്ളം വാങ്ങാൻ വേണ്ടി, അല്ലെങ്കിൽ നീന്തി പോകണം. കാരണം ഇന്നലെ തൊട്ട് ഞാൻ ആ വെള്ളമാണ് കേട്ടോ കുടിക്കുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ വയറൊക്കെ ഇന്നലെ വിശന്ന് ലാസ്റ്റ് ഞാൻ അവരുണ്ടാക്കി. ഞാൻ ഇത്രയും ദിവസമായിട്ട് വേറെ ലോക്കൽ ഭക്ഷണം പോലും കഴിക്കില്ലായിരുന്നു. പക്ഷേ വിശന്നുകൊണ്ട് ഞാൻ ഇന്നലെ ആ ഭക്ഷണം എടുത്ത് കഴിച്ചു. ഇവരുണ്ടാക്കി എന്തോ ഭക്ഷണം, ചോറും ഇതും. ലാസ്റ്റ് ആ പയ്യന്മാരോടെ ബോട്ടിൽ ഞാൻ കരയിൽ പോയിട്ട് വെള്ളം വാങ്ങാനുള്ള ഒരു പരിപാടിയാണ്. ഞാൻ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞത്. ഇവിടെ ഉള്ള ആൾക്കാരും വെള്ളം കൊണ്ടുവരില്ല. അവർ സാധാരണ വെള്ളം കുടിച്ച് അവർ പുഴ വെള്ളം കുടിച്ച് ജീവിക്കുന്നവരാണ്. നമുക്കത് പറ്റില്ലല്ലോ. നമുക്കെന്ന് പറഞ്ഞാൽ മുമ്പ് എനിക്ക് പറ്റുമായിരുന്നു. കരളിൽ അന്ന് ഹെപ്പറ്റൈറ്റിസ് ഒക്കെ പിടിച്ച് ജോണ്ടിസ് പിടിച്ചപ്പം പിന്നെ അന്നോട്ട് എനിക്ക് പറ്റൂല. അങ്ങനെ കരയിലോട്ട് പോവാണ്. അങ്ങനെ ഇവിടുത്തെ ചെറിയ വീടുകളൊക്കെ എനിക്ക് കാണാനുള്ള അവസരം കിട്ടി ഇങ്ങനെ വന്നുകൊണ്ട്. പയ്യന്മാരെ നമുക്ക് പയ്യന്മാർ വഴി കാണിച്ചു തരുവാണ്. ഇതുപോലുള്ള വീടുകളൊക്കെയാണ്, ചെറിയ മൺകട്ട വീടുകൾ. ഇവിടെ ഫുള്ള് ഡോങ്കി, കാറ്റൽസ്, ലൈഫ് സ്റ്റോക്കാണ് ഇവരുടെ പ്രധാന വരുമാനമെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ വെള്ളമൊക്കെ വാങ്ങിച്ചു. ഞാൻ എത്ര പറഞ്ഞിട്ട് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞില്ല. ചേട്ടൻ എടുത്തോളാന്ന് പറഞ്ഞു. ഇവിടെയുള്ള കന്നുകാലികളുടെ വീടും ആളുകളൊക്കെ വസിക്കുന്ന വീടാണ്. നമ്മളെ ബോട്ട് അവിടെ എന്തോ കെട്ടിപ്പറങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ആ കാണുന്നതാണ് നമ്മുടെ ബോട്ട്. അവസാനം നമ്മൾ തിരിച്ചു പോവാണ്. ഞാൻ ഒരു ഫുള്ള് അങ്ങ് വാങ്ങിച്ചു. ഇന്ന് നോമ്പ് പിടിക്കുകയാണ് കേട്ടോ. ഇന്ന് ഞാൻ നോമ്പ് പിടിക്കുന്നു. ഇന്നലെ നോമ്പ് പിടിച്ചില്ല. ആദ്യത്തെ ദിവസം നോമ്പ് പിടിച്ചു. അങ്ങനെ നമ്മുടെ ബോട്ടിലോട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. ശുക്രാൻ. കഴിഞ്ഞ ദിവസം കാണിച്ച നമ്മുടെ കുക്കിംഗ് ഒക്കെ ഇവിടെയാണ് കേട്ടോ നടക്കുന്നത്. നമ്മുടെ ബോട്ടിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇവിടെ കുക്കിംഗ് ആണ്. ഇവരെ മറ്റേ ബോട്ടിൽ നിന്ന്, ചെറിയ ബോട്ടിൽ നിന്ന് വലിയ ബോട്ടിലോട്ട് എന്തോ സാധനം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്.
ഇന്നലെ എനിക്കായിരുന്നു നോമ്പില്ലാത്ത, ഇന്ന് ഇവർക്ക് നോമ്പില്ല. ഇവിടെ കണ്ടില്ല, ഇതിൽ ഫുള്ള് കുക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഫുള്ള് ഇങ്ങനെ വെള്ളം കയറി കിടക്കുവാണ്. അത് മോട്ടർ അടിച്ചിട്ട് ഇവർ ഇതിലേക്കൂടെ ഇങ്ങനെ കളയും സംഭവം. നമ്മളെ ബോട്ട് മണിക്കൂറായി, ഇതുവരെ എടുത്തില്ല. അവിടെ ബോട്ട് കേട്ടോ ഇപ്പൊ വെള്ളത്തിൽ മുങ്ങൂന്ന് പറഞ്ഞതാണ് പോകുന്നത്. വെള്ളത്തിൽ മുങ്ങിയാണ് കേട്ടോ ആ ബോട്ട് പോകുന്നത്. അല്ലേ ഫുള്ള് സാധനങ്ങളൊക്കെ കയറ്റി അതിൻ്റെ മുകളിലായിട്ട് UN എന്ന് പറയുന്ന ഒരു ഫ്ലെക്സ് കാണാൻ സാധിക്കും. അതൊക്കെ അവർ വെട്ടിയിരിക്കുകയാണ്. കാരണം അക്രമികൾ വന്ന് ആക്രമിക്കും കേട്ടോ, UN എന്നൊക്കെ കണ്ടോ. അതുകൊണ്ട് വെട്ടിയിട്ടേക്കുവാണെന്ന് തോന്നുന്നു. ഓരോ കുട്ടികൾ ഇവിടെ മീൻ പിടിക്കാനൊക്കെ പോകുന്നതാണെന്ന് തോന്നുന്നു. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റാണ് കേട്ടോ ഇവിടെ കിട്ടിയത്. ഇവിടുത്തെ വ്യൂ ഇങ്ങനെ കിടക്കുന്നു. നമ്മുടെ കുട്ടനാട് ബാക്ക് വാട്ടേഴ്സിലെ കാഴ്ച പോലെയാണ് കേട്ടോ. ഇവിടെ എല്ലാ ആൾക്കാരും അപ്പുറത്ത് സ്ഥലത്താണ് കേട്ടോ ഇപ്പം എല്ലാവരും കിടക്കുന്നത്. എനിക്കിതാ നേരെ ഇങ്ങനെ കുറച്ച് നീങ്ങിയ വെള്ളത്തിലിട്ട് കാലിങ്ങനെ കഴിവാം. നല്ല രസമുണ്ട് കേട്ടോ. ചേച്ചി ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിന് വേണ്ടി ആഹാരം ഇവിടെ പാകം ചെയ്തു തുടങ്ങി. ഇവിടെ പുറത്ത് ആളുകൾ രാവിലെ ആയപ്പോൾ അവരെല്ലാവരും പുറത്തിറങ്ങി മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നു. പല ആളുകളും അവിടെ നിന്ന് കുളിക്കുന്നു, പാത്രം കഴുകുന്നു, കുട്ടികളെല്ലാം വെള്ളത്തിൽ ഇറങ്ങുന്നു. ഇത് ഒരു വലിയൊരു വില്ലേജ് ഏരിയ ആണ്, കുറേ വീടുകളുണ്ട്. ഫ്രഷ് ആവുകയാണ് കേട്ടോ. 2 മണിയായി. 10-10:30 മണിക്കാണ് നമ്മുടെ ബോട്ട് ജേണി യാത്ര തുടങ്ങിയത്. ഇന്നലെ അതുപോലെ ആയിരുന്നു. എന്നിട്ട് പാതിരാത്രി കൊണ്ടുവന്ന് നിർത്തി. ഓരോരോ മരുഭൂമി പ്രദേശങ്ങളിലൂടെയാണ്. ഫുള്ള് മരുഭൂമികളും ചെറിയ ചെറിയ കുടിലുകളും മാത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ മറ്റൊരു കുടില്, ഇങ്ങനെയുള്ള കുടിലുകളും ബാക്കി ഫുള്ള് മരുഭൂമിയാണ്. അങ്ങനെ നമ്മൾ നിയാഫുങ്കെ എന്ന് പറയുന്ന വേറൊരു ഗ്രാമത്തിലെത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോഴാണ് ഇൻ്റർനെറ്റ് തന്നെ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. കുറേ ബോട്ടുകൾ, കുറേ വീടുകൾ. ഇവിടെ റോഡ് കണക്ഷൻ ഉണ്ട് കേട്ടോ. ഇത്രയും നേരം വന്ന ഗ്രാമങ്ങളിലൊന്നും ഒരു റോഡ് കണക്ഷനോ ഒന്നും തന്നെ ഇല്ല. ഇതാ ഒരു ബോട്ട്, അതിൽ കുറേ ആൾക്കാരൊക്കെ കയറുന്നു. ഇവിടെ അങ്ങനെ അധികം വീഡിയോ എടുക്കുന്നത് എൻ്റെ ജീവന് നല്ലതല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ അവർ മീൻ എന്തോ വിൽക്കുവാണ്. മീനാണ് കേട്ടോ, മീനും സംഭവങ്ങളൊക്കെയാണ് വിൽക്കുന്നത്. അവിടെ വേറെ കേക്ക് അങ്ങനത്തെ എന്തൊക്കെയാണ് കേട്ടോ. അവിടെ എന്തോ വിൽക്കാൻ വേണ്ടി അവർ ബോട്ട് അടുപ്പിക്കുന്നതാണ്. അവൻ ഈ ബോട്ടിൽ നിന്ന് ഇവിടെ ഇറങ്ങി അവൻ പോവാണ് കേട്ടോ. ഇവിടെ ആക്ച്വലി കുറേ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഞാനൊന്ന് പുറത്തോട്ട് തലകെട്ടിയപ്പം വേറെ ആൾക്കാർ വന്നു. എന്നിട്ട് പറഞ്ഞ് നീ അകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാനിപ്പോൾ മുകൾ ഭാഗത്തോട്ട് ഇങ്ങനെ കയറി ഇരിക്കുവാണ്. എനിക്കറിയില്ല കേട്ടോ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. പട്ടാളക്കാരുമായ വേറെ പ്രശ്നം. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇവിടുത്തെ പല സ്ഥലങ്ങളിലും പല ഗ്രാമങ്ങളിലൊക്കെ പല ഗ്രൂപ്പുകളുണ്ട്. ചിലപ്പോൾ തീവ്രവാദികൾ തന്നെ ആയിരിക്കണമെന്നില്ല, ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം. അവർ പറഞ്ഞു അകത്തോട്ട് കയറിയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അകത്ത് കയറിയിരിക്കുകയാണ്. ബാക്കി എല്ലാവരും വേണ്ട അവിടെയൊക്കെ ഇരിക്കുന്നു കേട്ടോ. എനിക്ക് പുറത്തൊക്കെ പോകണം. പുറത്ത് അടിപൊളി ഗ്രാമമാണ് കേട്ടോ, ഒരു വലിയൊരു ഗ്രാമോ. ഇവിടെ ഓരോ ബോട്ടുകളായിട്ട് ഓരോ സാധനങ്ങൾ വിൽക്കാനായിട്ട് അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റൂല. അവിടെ ആക്ച്വലി പട്ടാളക്കാരന്മാരൊക്കെ അപ്പുറത്ത് ഭാഗത്ത് നിൽക്കുവാണ്. അങ്ങനെ നമ്മുടെ ആ ഒരു ചെറിയ ഗ്രാമം കഴിഞ്ഞ് നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ പുറത്ത് പോയി സാധനം വാങ്ങിച്ചു വന്നു. ഞാൻ ഇതിൻ്റെ അകത്ത് ഒളിച്ചിരുന്നു. ഇവിടെയും ഫുള്ള് മരുഭൂമിയാണ് കേട്ടോ. വേസ്റ്റ് എടുത്ത് എറിയുന്നുണ്ടല്ലേ വെള്ളത്തിൽ ഇതിലിരിക്കുന്ന ആൾക്കാർ.
ടോയ്ലറ്റ് ആണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ്. ഞാൻ ഒതുവൊക്കെ എടുത്ത് ഇനി നോമ്പുറക്കാൻ വേണ്ടി ഒന്ന് വൃത്തിയാവുകയാണ്. വെള്ളമുള്ളതുകൊണ്ട് എപ്പോഴും സുഖമായിട്ട് എന്താ പറയുക, കഴുകുവാൻ വൃത്തിയാവാൻ നല്ല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല വെള്ളം ദാഹം കേട്ടോ. ഇന്നലെ ഞാൻ ഇടയത്താഴത്തിനൊന്നും കഴിച്ചില്ല. ഇടയത്താഴത്തിനൊന്നും കഴിക്കാതെയാണ് കേട്ടോ നോമ്പ് എടുത്തത്. അപ്പോൾ ഇനി നല്ലതുപോലെ വെള്ളം വാങ്ങിച്ചിട്ടുണ്ട്. വെള്ളം കുടിക്കാം, നല്ല വെള്ളം കുടിക്കാം. പുഴയിൽ നിന്ന് വെള്ളം കുടിക്കണ്ടല്ലോ, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. നോമ്പറക്കാൻ പോയിട്ട് പോവാണ്. ഇവിടെ ബ്രോ നമ്മുടെ നോമ്പ് തുറക്കാൻ വേണ്ടി ഇതാണ്ട് മീനും എന്തൊക്കെയാണ് കേട്ടോ. ഞാനൊരു പ്രോട്ടീൻ ബാർ കഴിച്ചു. അതിലൂടെ പിന്നെ എനിക്ക് കഴിക്കാനുള്ള ഈ ഒരു മീനാണ് കേട്ടോ. മീനും ഉരുളക്കിഴങ്ങാണ്. ഇവിടെ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനമാണ്. ഈ ബോട്ടിൽ നിന്ന് തന്നെ അവരുണ്ടാക്കിയ സാധനം. വലിയ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല, ഒട്ടും വയ്യ കേട്ടോ. ഒന്നും കഴിക്കാറില്ല ഇപ്പം, ഭക്ഷണമൊന്നുമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി എന്തായാലും നാളെ രാവിലെ ആയിരിക്കും കേട്ടോ നമ്മുടെ യാത്ര തുടരുന്നത്. ഇന്ന് അവരെന്തായാലും ഇവിടെ നിർത്തിയിടാൻ വേണ്ടി പോവാണ്. അപ്പം നമുക്ക് നാളെ രാവിലെ കാണാം. നമ്മുടെ രാവിലെ ആയി, ഇടയത്തിനാൻ കഴിക്കാനുള്ള സമയം. ഇവിടെ നമ്മുടെ നോമ്പ് പിടിക്കാൻ വേണ്ടി രാവിലെ തന്നെ ബ്രോ എണീപ്പിച്ചു. നമ്മൾ രാവിലെ ഇടയത്തഴം കഴിക്കുവാണ് കേട്ടോ. ഞാൻ ഇന്നലെ കിടന്നത് അവിടെയാണ്, ആ ഒരു ഭാഗത്താണ് കിടന്നത്. ഒന്ന് മുഖമൊക്കെ വൃത്തിയാക്കി കഴുകി ഇനി ഇടയത്തഴം കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ നമ്മുടെ ചോറും ഇതെന്ത് കറിയാണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഞാൻ തൽക്കാലം ചോറ് മാത്രം കഴിക്കാം. എനിക്ക് മറ്റേ സാധനം എന്തോന്ന് അത് പറ്റുന്നില്ല കേട്ടോ, അതിൻ്റെ ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ പച്ചച്ചോറ് മാത്രമാണ് കഴിക്കുന്നത്. പച്ചച്ചോറ് പിന്നെ ബോട്ടിലല്ലേ ഇരിക്കുന്നത്, വേറെ വലിയ പണിയൊന്നും ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ വലിയ തളർച്ചയും ഇതൊന്നും ഫീൽ ചെയ്യില്ല. പച്ചച്ചോറ് രാവിലെ തന്നെ നല്ല തണുപ്പ്. കൈയും കാലും എല്ലാം വൃത്തിയാക്കി ഹോളുമൊക്കെ എടുത്തു. അവിടെ ഏതോ ഒരു ചെറിയൊരു ബോട്ടെന്തോ അവിടെ കിടക്കുവാണ്. നമ്മുടെ ബോട്ടാണ് ഇതായി കാണുന്നത്. ഇന്നലെ ഞാൻ കിടന്നുറങ്ങിയത് ഇവിടെയാണ് കേട്ടോ. രാത്രി ഇവിടെ എൻ്റെ സ്ലീപ്പിംഗ് ബാഗ് ഇട്ടു. അവിടെ എൻ്റെ തല ബാഗിൻ്റെ മുകളിൽ, പിന്നെ എൻ്റെ മോസ്കിറ്റോ നെറ്റിട്ട് ഇവിടെയാണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ, ഞാനിവിടെയാണ് കേട്ടോ ഇന്നലെ കിടന്നത്. നമ്മൾ ടൊങ്ക എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ടൊങ്കയിലാണ് ഇവരൊക്കെ ഇറങ്ങുന്നത്. ഓരോ ബോട്ടുകളായിട്ട് കൊണ്ടുവന്ന് അടുപ്പിക്കുകയാണ് കേട്ടോ. എല്ലാവരും നല്ല ഇറങ്ങുവാണ്. ഇവരുടെ കണ്ണിലും ഇതിലൊക്കെ കണ്ടില്ലേ, ഇവരുടെ ഒരു ഇതുകൾ. ഇവരെല്ലാവരും ഇറങ്ങുകയാണ്. ടൊങ്കയിൽ ഇറങ്ങുന്ന ആൾക്കാരാണ്. ഇവര് ചാടി പോകുന്ന കണ്ടില്ലേ. ബൈ, ഓക്കെ ബൈ. അങ്ങനെ അവരെല്ലാം പോയി ബൈ. അങ്ങനെ എല്ലാവരും ടോങ്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബോട്ട് ഫുള്ള് കാലിയായി കേട്ടോ. അവരുടെയാണ് അവർ കിടന്നത്. അവരുടെ സ്ഥലമെല്ലാം കാലിയായി. ഇനി ഇവർ രണ്ടുപേരും മാത്രമേ വേറെ സ്ഥലത്ത് പോകാനുള്ളൂ.
അടുത്ത് വന്ന് ഇങ്ങനെ കിടക്കുവാണ്. ആ ഒരു ഭാഗത്തായിട്ട് മറ്റൊരു ബോട്ട് അവിടെ കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കുറേ വലിയ ബോട്ടുകൾ വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ഇതിൽ നിന്ന് വല്ല സാധനങ്ങൾ വല്ലതും എടുത്ത് പുറത്തോട്ട് കയറ്റണമെന്ന് തോന്നുന്നു. ഞാൻ പല്ലൊക്കെ തേച്ചു. ഞാൻ ഷോള് കെട്ടുവാണ്, കാരണം ആരും എന്നെ കാണണ്ട, പ്രശ്നമാവണ്ട എന്നുള്ള രീതിയിൽ ഞാൻ ഷോളൊക്കെ കെട്ടി ഇവിടുത്തെ ആളുകളെ പോലെ ഇരിക്കുവാണ്. പെർഫെക്റ്റ് അല്ലേ? ഇവിടെ ഞാൻ പിന്നീടാണ് കേട്ടോ ഒരു കാര്യം നോട്ടീസ് ചെയ്തത്. ഈ കാണുന്ന ഇത് കണ്ടോ, ഈ സാധനങ്ങളെല്ലാം ഇന്ത്യയിൽ നിന്നാണ് കേട്ടോ വരുന്നത്. മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് മഞ്ഞ കളറിൽ പച്ചക്കക്ഷരത്തിൽ ഈ പച്ച ഇതിൽ എഴുതി വെച്ചിരിക്കുന്ന കണ്ടില്ലേ, മെയ്ഡ് ഇൻ ഇന്ത്യ. പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ ഈ അമേരിക്കയിൽ നിന്ന് കാനഡയിൽ നിന്നൊക്കെ ഈ സർപ്ലസ് ആയിട്ടുള്ള ഈ ബ്രാൻഡഡ് തന്നെ അവർ ഉപയോഗിച്ചിട്ട് കളഞ്ഞ സാധനങ്ങൾ ഇങ്ങനെ ഹോൾസെയിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഏഷ്യൻ കൺട്രീസ്, ഇന്ത്യയിൽ, പാകിസ്ഥാനിൽ, പിന്നെ ഈ ആഫ്രിക്കയിലൊക്കെ അവർ എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നത്. ഇവിടുത്തെ ആളുകളെല്ലാം അങ്ങനത്തെ ഡ്രസ്സുകളാണ് ഇരുന്നത്. അതാണ് ഹലോ. പിന്നെ തണ്ടേ നമ്മുടെ വണ്ടികളുടെ സംഭവങ്ങൾ കേട്ടോ. വണ്ടികളുടെ സാധനങ്ങൾ കുറേ ഇവിടെ വരുന്നുണ്ട്. തുണികൾ, വണ്ടികളുടെ സാധനങ്ങൾ, പിന്നെ ബാറ്ററികൾ ഇതാ ഈ കാണുന്നത് ബാറ്ററിയൊക്കെയാണ് കേട്ടോ. ഈ കാണുന്നത് ബാറ്ററിയൊക്കെയാണ്. ബാറ്ററി എവിടെ നിന്നാണ് കേട്ടോ മെയ്ഡ് ചെയ്തത്? ഇത് തായ്ലൻഡാണ് കേട്ടോ. തായ് സ്റ്റോറേജ് ബാറ്ററി പബ്ലിക് കമ്പനി, തായ്ലൻഡ് ആയിരിക്കണം മിക്കവാറും. അങ്ങനെയാണ് നമ്മൾ ബോട്ട് നിർത്താൻ വേണ്ടി കുറേ നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. കുറേ ബോട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ നിർത്താതെ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ പോവുകയാണ്. എനിക്കറിയില്ല കേട്ടോ, ഞാൻ വിചാരിച്ചു ഇവിടെ ചരക്ക് എന്താ ഇറക്കമുണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ അടുത്ത ഭാഗത്തോട്ട് പോവുകയാണ്. ദർറ എന്ന് പറയുന്ന സ്ഥലം വിട്ടു. ഈ കാണുന്നത് വലിയ പോർട്ടാണ്, അത്യാവശ്യം നല്ല വലിയ പോർട്ടാണ്. ഇവിടെ നിന്ന് തിമ്പുസ്കൂലോട്ട് റോഡൊക്കെ ഉണ്ട്. പക്ഷെ റോഡ് പോകുമെന്ന് എനിക്ക് അറിയില്ല, റോഡ് ഡേഞ്ചർ ആണോ എന്ന് അറിയില്ല. പലതരത്തിലുള്ള ഫ്ലാഗുകളാണ് കേട്ടോ ഇവർ ഉപയോഗിക്കുന്നത്. ഇവിടെ സ്കൂള്, വിദ്യാലയങ്ങൾ, പള്ളികൾ, അങ്ങനെ അത്യാവശ്യം വലിയൊരു ഇവിടെ അടുത്തുള്ളതിൽ തിമ്പസ്കു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വലിയൊരു ചെറിയൊരു പട്ടണം കൂടിയാണ്. ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. അതായത് ഈ കാണുന്ന വഴിയിലൂടെ ഇങ്ങനെ നടന്നു വരണം. സൈഡിൽ കൂടെ വല്ല പോയാൽ പണി കിട്ടും. അതാണ്ടേ നമ്മുടെ ബാത്റൂം എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ബാത്റൂം. ഓപ്പൺ എയർ ടോയ്ലറ്റ്, എന്ത് മനോഹരം അല്ലേ? ഇതാണ് നമ്മുടെ ബാത്റൂം. ഇത് ഞാനൊന്ന് ബാത്റൂമിൽ വന്നതാണ്. ബാത്റൂമിൻ്റെ തൊട്ടടുത്തായിട്ട് എൻജിൻ റൂം. കൊള്ളാലോ കുഴി. ഇതാ നമുക്കിവിടെ നിന്ന് ഫ്രഷ് വാട്ടർ എടുത്തിട്ട് ഇവിടെ നിന്ന് കൈ കഴുകാം, കാല് കഴുകാം, അപ്പി ഇതിലൂടെ തന്നെ ഇടാം. കൊള്ളാം കേട്ടോ. കൂറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ കരയുടെ അടുത്തായിട്ട് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കുക. ഇവിടെ അവരുടെ ചെറിയ തോണിയൊക്കെ അടുക്കിയിട്ടിട്ടുണ്ട്. അവിടെ കുറെ ആൾക്കാർ അവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു മരത്തിന്റെ അടിയിലാണ് കേട്ടോ. ഇറങ്ങാൻ വേണ്ടി പോകുന്നു. എനിക്ക് ഇവിടെ നിന്ന് കാണിച്ചു തരുവാണ് കേട്ടോ. അവരുടെ ഗ്രാമം അപ്പുറത്താണ്. എനിക്ക് തോന്നുന്നു അവർ ഇവിടെ നിന്ന് ചെറിയ ബോട്ട് എടുത്ത് വേണം ഇനി അപ്പുറത്ത് പോകാനെന്ന് തോന്നുന്നു. ആ കാണുന്നതാണ് അവരുടെ ഗ്രാമമായിട്ട് വരുന്നത്. നമ്മുടെ വലിയ ബോട്ട് കരയ്ക്ക് എടുക്കൂല, അതുകൊണ്ട് തന്നെ ചെറിയ ബോട്ട് അവരെ വിളിക്കാൻ വേണ്ടി വന്നോണ്ടിരിക്കുക. ഇവരിവിടെ ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ സാധനങ്ങളൊക്കെ ഇവിടെ വലിച്ചു കയറ്റുവാണ്. സോ അങ്ങനെ അവരിവിടെ പോകുന്നുണ്ട്. അമീൻ അങ്ങനെ ഞാൻ എൻ്റെ വണ്ടിയിലോട്ട് കയറുവാണ്. എനിക്കൊന്ന് തിമ്പസ്കു പോയിട്ടാണ് നമ്മുടെ സാധനങ്ങളെല്ലാം വണ്ടിയിൽ കരയിൽ കയറ്റുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് കുറേ മോട്ടറുകൾ, എഞ്ചിനുകൾ, ബൈക്കുകൾ,
ഇവരെല്ലാവരും മുകളിലാണ് നിൽക്കുന്നത്. എന്നെ മുകളിലോട്ട് കയറ്റാൻ സമ്മതിക്കില്ല, കാരണം ആരെങ്കിലും കണ്ടാലോ എന്തോ വെച്ച്. ഇതൊരു വില്ലേജ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങിയത്. അവരിനി അപ്പുറത്ത് കരയിൽ ചെറിയ ബോട്ടിൽ പോവും. ഇതോ പോവാണ്. ഒരു സ്ഥലത്ത് നിർത്താതെ പോയാൽ ഇന്ന് വൈകിട്ടെങ്കിലും ടിംബുക്തു എത്താം. ഇന്ന് രാത്രിയാകുമ്പോൾ അറിയില്ല എങ്ങനെ എവിടെയെങ്കിലും നിർത്തുമെന്ന്. നമ്മുടെ ബോട്ടിൽ പണിയെടുക്കുന്ന പയ്യന്മാരെല്ലാം ബോറടിച്ച് കിടക്കുവാണ്. ഫുള്ള് ബോറാണ് കേട്ടോ, വേറെ പണിയൊന്നുമില്ല. ഇവൻ്റെ പണിയെന്ന് പറയുമ്പോൾ ആകെ ഈ മോട്ടറിൽ നിന്ന് വീഴുന്ന വെള്ളമില്ലേ, ആ വെള്ളം പമ്പ് ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ പമ്പ് അടിക്കണം, 10 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്യണം. അപ്പം വീണ്ടും വെള്ളം നിറയും ബോട്ടിൽ. അങ്ങനെ അടിച്ചു കളയുന്ന പണിയാണ്. പിന്നെ വേറൊരു പയ്യൻ വേറെ പണി, പിന്നെ ഡ്രൈവർ വേറെ, അങ്ങനെ പലതരത്തിലുള്ള പല ആൾക്കാരാണ് പണി ചെയ്യുന്നത്. അടിപൊളി മോനെ. ഞാനിനി കുളിക്കാൻ വേണ്ടി പോകുമെന്ന്. ഞാൻ കുളിക്കാൻ വേണ്ടി എൻ്റെ തോർത്തൂതൊക്കെ വെച്ച് ഇവിടുത്തെ വാഷ്റൂമിലോട്ടിൻ്റെ വന്നിട്ടുണ്ട്. അടിപൊളി സൺസെറ്റ് കേട്ടോ. കുളിച്ച് റെഡിയായി, വൃത്തിയായി. ഇനി അടുത്ത നോമ്പുറത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്നും കാരക്കയും കുറച്ച് 2-3 അണ്ടിപ്പരിപ്പും കാശുവും പിന്നെ വെള്ളവും. അതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ നോമ്പുറപ്പ്. നമ്മൾ തിമ്പുക്ക് എത്താറായി. തിമ്പുക്ക് ഏകദേശം 20 കിലോമീറ്റർ അകലെയാണ്. 20-30 റോഡ്, കുറച്ച് റോഡും കൂടെ ബൈ റോഡും കൂടെ പോകണം. എല്ലാം അവിടെ 30 കിലോമീറ്റർ അകലെയാണ്. ഇന്ന് രാത്രി അവിടെ എത്തിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, അതുപോലെ തന്നെ കുറച്ച് കോഷ്യസ് ആണ്. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന്. ഒരു ലോ പ്രൊഫൈൽ കീപ്പൊക്കെ ചെയ്ത് വേണം അങ്ങോട്ടൊക്കെ എത്താനായിട്ട്. അങ്ങനെ അവസാനം ഞാൻ തിമ്പുത്കൂർ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് കേട്ടോ. ഞാൻ തിമ്പുത്കൂർ ഇറങ്ങിയിട്ട് ഞാൻ നോമ്പുറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ തിമ്പുത്കൂലെ കാഴ്ചകൾ, ഇറങ്ങുന്ന തൊട്ടുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരെ തിമ്പുത്കൂലെ കാഴ്ചകളുമായിട്ട് എല്ലാവർക്കും വരുന്നവരെ ബൈ.